തന്റെ സമ്പ്രദായ പ്രകാരം എവിടെയാ സ്ഥലം, ഞാൻ അങ്ങോട്ട് വരാമെന്നൊരു മോഹൻലാൽ മാസുണ്ട് ആറാം തമ്പുരാനിൽ. തലയിലൊരു ചുവന്ന തുണിയൊക്കെ മുറുക്കെ കെട്ടി റോയൽ എൻഫീൽഡിൽ മഴയത്തൊരു എൻട്രിയും. ആളൊക്കെ കൂടിയിരുന്നു, പക്ഷേ മഴയത്തിറങ്ങാനില്ല നേതാക്കൾ. വൈഫൈ ഒക്കെ ഉണ്ടല്ലോ, വീട്ടിലിരുന്നാകാം എന്ന ലൈനാണ്. ഞായറാഴ്ച പ്രതിപക്ഷ നേതാവിന്റെ പരസ്യ സംവാദത്തിനുള്ള വെല്ലുവിളി. തിങ്കളാഴ്ച റിപ്പോർട്ട് കാർഡിൽ ചർച്ചയാകാമെന്ന അംഗം കുറിക്കൽ. ചൊവ്വാഴ്ച നിലമൊരുക്കേണ്ടേ എന്ന പോരുവിളി. നേരിട്ടില്ല ഫേസ്ബുക്കിലെന്ന് മുഖ്യമന്ത്രി, പേടിയെന്ന് പ്രതിപക്ഷം. ബാലസംഘം പിള്ളേരുടെ ആവശ്യമേ ഉള്ളൂ എന്ന് ഭരണപക്ഷം. നേരിട്ട് പോരണില്ലേ? ഡീലുണ്ടെന്ന് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്, പേടി കൊണ്ടെന്ന് മുഖ്യമന്ത്രി. CJP എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി, വിളക്കു കൊളുത്തിയ ചിത്രം ഫേസ്ബുക്കിൽ ഇട്ടത് മുഖ്യമന്ത്രി. 77-ലെ സഖ്യ ചരിത്രം ചിത്രസഹിതം പോസ്റ്റ് ചെയ്ത് പ്രതിപക്ഷ നേതാവ്. 4 കൊല്ലം മുമ്പ് മറുപടി പറഞ്ഞതാണെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിൽ ഇട്ട കല്ല് ഇരട്ട പെറ്റെങ്കിലേ ഉള്ളൂ എന്നിരിക്കെ പണി തുടങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. പിരിച്ചതെത്ര, ഏത് അക്കൗണ്ടിൽ എന്നു മറുചോദ്യം. SDPI വോട്ടിൽ മറുപടി മിണ്ടാതെ മുഖ്യമന്ത്രി. പാലക്കാട് കഴിഞ്ഞു വേണ്ട എന്ന് പറഞ്ഞായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. നേരിട്ട് മുട്ടിയാൽ എന്തുണ്ട് മറുപടി? രണ്ടുപേരല്ല 4 പേരുണ്ട് നമുക്ക് സംവാദത്തിന്. PS സഞ്ജീവ് CPM-ൽ നിന്ന്, SFയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ശ്രീ VR അനൂപ് കോൺഗ്രസിൽ നിന്ന്, ഡോക്ടർ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ, ശ്രീ N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ VR അനൂപ്, പ്രതിപക്ഷ നേതാവിന് നിരാശ തോന്നിയത് എന്തിനാണ്? ഫേസ്ബുക്കിലാകാം സംവാദം എന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തപ്പോൾ. അത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ വളരെ ആവേശപൂർവ്വം കാത്തിരുന്നതാണ്. പിണറായി വിജയൻ ഒരു സംവാദത്തിന് തയ്യാറാകുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയ സ്വഭാവം മാറ്റിവെച്ച് ഒരു സംവാദ സംസ്കാരത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് നല്ലത് എന്ന് കരുതിയ ആളുകളാണ് കേരളം മുഴുവൻ. പക്ഷേ അദ്ദേഹത്തെ ആരെങ്കിലും ഉപദേശിച്ച് കാണണം. ഒരുപക്ഷെ ഉപദേശിച്ചത് ബഹുമാന്യനായ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് തന്നെ ആയിരിക്കണം. VD സതീശനുമായി അങ്ങനെ ഒരു നേരിട്ട് സംവാദത്തിന് പോകേണ്ട എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഫേസ്ബുക്കിൽ സംവാദമാകുന്ന, നരേന്ദ്രമോദി ആണെങ്കിൽ റേഡിയോയിലൂടെ മൻ കി ബാത്ത് സംഭാഷണത്തിൽ ആണ് നരേന്ദ്രമോദിക്ക് പ്രാഗൽഭ്യമെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രമായി സംവദിക്കാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ താല്പര്യം തെളിഞ്ഞു. നേരിട്ട് അന്യോന്യം ഒരുമിച്ച് ഇരുന്നു കൊണ്ട് ഒരു സംവാദത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി പറയുമ്പോൾ അത് VD സതീശനെ മാത്രമല്ല, ഇത്തരമൊരു സംവാദം ആഗ്രഹിച്ച ആളുകൾ മുഴുവൻ നിരാശപ്പെടുത്തുന്നതാണെന്നേ. അല്ല, ഈ ഫേസ്ബുക്കിൽ സംവാദം പറ്റില്ല എന്ന് പ്രതിപക്ഷ നേതാവ് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. അല്ല, സംവാദം എന്ന് വിചാരിച്ചാൽ അങ്ങനെയാണോ? ഒരാൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ പറയുകയാണ് സംവാദത്തിന് തയ്യാറാണ് എന്ന് പറയുമ്പോൾ, അന്ന് ഒരു ഫേസ്ബുക്ക് സംവാദത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് നേരിട്ടുള്ള സംവാദത്തെക്കുറിച്ച് തന്നെയാണെന്നേ. അതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതിൻ്റെ ഇടയിൽ സംഭവിച്ചത് VD സതീശനുമായി നേരിട്ട് സംവാദത്തിൽ ഏർപ്പെട്ട ആരെങ്കിലും മുഖ്യമന്ത്രിയെ അതിൻ്റെ അപകടം ധരിപ്പിച്ച് കാണണം. അതുകൊണ്ട് അദ്ദേഹം ആ സംവാദത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിക്കാൻ തയ്യാറാകുന്നില്ല, ഗോവിന്ദ മാസ്റ്റർ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. M സ്വരാജിൻ്റെ ഒരു പത്രസമ്മേളനം വന്നു. M സ്വരാജിൻ്റെ പത്രസമ്മേളനത്തിൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം മലയാളത്തിന് അപരിചിതമായ ഒരു പുതിയ പദം കൂടി പരിചയപ്പെടുത്തി. പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്നൊക്കെയുള്ള പദങ്ങൾ അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഉപയോഗിച്ചതാണെങ്കിൽ കൂടി അതിന് പ്രചുര പ്രചാരം നേടിക്കൊടുക്കുന്നതിന് സ്വരാജിന് വലിയ പങ്കുണ്ട്. അങ്ങനെ മലയാളത്തിന് അദ്ദേഹം ഒരു പുതിയ പദം സംഭാവന ചെയ്തു, ശവം തൂക്കൽ. അദ്ദേഹം പറയുന്നത് വയനാട്ടിലെ ഭൂമിയുടെ കാര്യത്തിൽ മൃദുശരീരത്തെ വെച്ച് വിപണനം ചെയ്തു കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ശവം തൂക്കൽ നടത്തിയത് ഈ സ്വരാജിന്റെ സ്വന്തം പാർട്ടിയല്ലേ? പയ്യന്നൂരിൽ സ്വന്തം രക്തസാക്ഷിയുടെ ഫണ്ട് വെച്ച് കച്ചവടം ചെയ്തു എന്ന് പറഞ്ഞ് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് പാർട്ടിക്കകത്തുള്ള ആളുകളാ, പുറമേ നിന്നുള്ള ആളുകളല്ലല്ലോ. ഇപ്പോഴും കുഞ്ഞികൃഷ്ണൻ ആ ഫണ്ട് തിരിമറിയെക്കുറിച്ചുള്ള രേഖകൾ പുറത്തുവിടുന്നുണ്ട്. അപ്പൊ ഈ സ്വരാജ് അടക്കം പറഞ്ഞ കാര്യങ്ങൾ, സ്വരാജ് അടക്കം ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ നീളുന്നത് സ്വന്തം നെഞ്ചിലേക്കാണെന്നേ. നമുക്ക് ചില വിഷയങ്ങൾ എടുത്ത് അതിൽ തന്നെ സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യഘട്ടം ചുരുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡോക്ടർ പ്രേംകുമാർ, മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു VD സതീശൻ. അത് ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച അദ്ദേഹം റിപ്പോർട്ട് കാർഡിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു പരസ്യ സംവാദത്തിന് വഴിയൊരുങ്ങുന്നു എന്നുള്ളതാണ്. അസാധാരണമാണ്, അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള ഒരു ചരിത്രം നമുക്കില്ല. പക്ഷെ എന്നിരുന്നാലും മുഖ്യമന്ത്രിയെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്നാണ്.
അവിടെ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ശരിയാണോ? ഒന്ന്, ഇതിൽ നിങ്ങളുടെ മീഡിയ റിപ്പോർട്ടിങ്ങിൽ പതിവ് പോലുള്ള എന്താ പറയുക കൺഫേം ചെയ്യാത്ത ആവേശ റിപ്പോർട്ടിംഗ് സാധനമുണ്ട്. നമുക്കറിയാം കെ സുധാകരൻ ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്ന ആ ഒരു ദിവസം 10 തവണയായിട്ട് 10 ബ്രേക്കിംഗ് ന്യൂസുകൾ വന്നിട്ടുണ്ട് മലയാളത്തിലെ 10 ചാനലുകളിൽ. അയാൾ BJPയിൽ പോയിട്ടുണ്ടായിരുന്നു, വേറെ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടായിരുന്നു, പല തരത്തിലുള്ള സാധനങ്ങൾ. അയാൾ തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് സാധനം ഇതിനകത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസത്തിലധികമായിട്ട് പ്രചരണ രംഗത്ത് ഇറങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം, ഓരോ ജില്ലയിൽ ചെല്ലുമ്പോഴും ആ ജില്ലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ മുന്നണി നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രി എണ്ണി പറയും. അതിനുശേഷം അദ്ദേഹം എല്ലാ പ്രസ് കോൺഫറൻസിലും പറയുന്ന ഒരു കാര്യം, പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം ഇത് ക്വസ്റ്റ്യൻ ചെയ്യാനോ ഇതിനെ വിമർശിക്കാനോ ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ തയ്യാറാവുന്നില്ല. അവർ സഭയ്ക്കുള്ളിൽ പോലും അതിന് തയ്യാറാവുന്നില്ല. അത്തരത്തിലുള്ളൊരു സംവാദത്തിന് നിൽക്കാതെ വേറെ എന്തൊക്കെയോ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ന് NDTVയുടെ പഴയ പ്രണോയ് റോയ് VD സതീശനോട് നേരിട്ട് ചോദിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് LDF ഈസ് ആക്ച്വലി ടോക്കിംഗ് ഫാക്ട്സ് വൈൽ യു ആർ ഡിപ്പെൻഡിങ് ഓൺ റൂമേഴ്സ് ആൻഡ് ഗോസിപ്സ്. ഇങ്ങനെയാണ് കേരളത്തിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നത്. പിന്നെ UDF ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ മോഹനമായ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. 25 ലക്ഷം രൂപയുടെ പോളിസി, 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് പോളിസി, KSRTC ബസ്സിൽ സൗജന്യ യാത്ര, 3000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന, ഫാക്ച്വലി ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. ആ കോണ്ടെക്സ്റ്റിലാണ് മുഖ്യമന്ത്രി പിന്നോട്ട് പോയോ? ആ കോണ്ടെക്സ്റ്റിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പറയട്ടെ സംവാദത്തിന് തയ്യാറല്ലല്ലോ എന്താ പറയുക പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അപ്പം സംവാദത്തിന് വെല്ലുവിളിച്ചു എന്നായ വാർത്ത. പിറ്റേ ദിവസം മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ഫേസ്ബുക്കിൽ വരുന്നത് ഇനി ഇതിനെപ്പറ്റിയാവാം സംവാദമെന്നാണ്. ഇനി ഇതിനെപ്പറ്റിയാവാം 10 വർഷത്തെ പ്രോഗ്രസ് കാർഡ്. ഉടനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാണ്, ഇതാ സംവാദത്തിന് മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നു. നിങ്ങളുടെ ചാനലിൽ ആ വാർത്ത ബ്രേക്ക് ചെയ്തത് ഡോക്ടർ അരുൺകുമാറാണ്. അപ്പൊ തന്നെ അരുൺകുമാർ പറയുന്നുണ്ട് ഇത് നേരിട്ടുള്ള സംവാദമാണോ അതോ ഇനി ഫേസ്ബുക്കിലൂടെയുള്ള സംവാദമാണോ വ്യക്തമല്ല എന്നുള്ളത്. അരമണിക്കൂറിനുള്ളിൽ എന്താ പറയുക, മാധു എന്നെ പറഞ്ഞതുപോലെ 6-ാം തമ്പുരാനിൽ മോഹൻലാൽ ചെയ്യുന്ന പോലെ തലയെ കെട്ടിയിട്ട് സ്ഥലം പറയൂ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിന്റെ ഒരു സീരിയസ്നെസ്സും VD സതീശൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഷോക്കിംഗ് ആയി ഏറ്റവും സങ്കടകരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവന. അതെന്താണെന്ന് വെച്ചാൽ, ഇലക്ഷനിൽ UDF പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന പറയുന്നത്. എന്തുമാത്രം ഇറസ്പോൺസിബിൾ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളത്തിലെ UDFന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് പറയാണ് ഇലക്ഷനിൽ UDF പരാജയപ്പെട്ടാൽ ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു. അപ്പൊ പറവൂരിലെ വോട്ടർമാരോട് ഇദ്ദേഹം എന്താ പറയുന്നത്? ഇലക്ഷൻ വരുന്നു, നമുക്കറിയാം ഒന്നുകിൽ LDF ജയിക്കുന്നു അല്ലെങ്കിൽ UDF ജയിക്കുന്നു. ഇദ്ദേഹം രാഷ്ട്രീയം വിട്ടാൽ ഇദ്ദേഹത്തെ MLA ആക്കി തെരഞ്ഞെടുക്കുന്ന പറവൂരിലെ ആളുകൾ എന്താവും സ്ഥിതി? നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് കുറച്ച് കൊല്ലം മുമ്പ് ഒരു ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെട്ട സമയത്ത് രാഹുൽ ഗാന്ധി എന്തായിരുന്നു ചെയ്തതെന്നുള്ളത്. AICC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് ഒളിവിൽ പോയി. എത്ര കാലമായിരുന്നു ഇന്ത്യയിലെ കോൺഗ്രസും ഇന്ത്യയിലെ BJP ഇതര കക്ഷികളും പ്രതിസന്ധിയിലായത്? നിങ്ങളുടെ ടൈറ്റിൽ ഉണ്ടല്ലോ, പോരിനുണ്ടോ? പോരായാലും മത്സരമായിരുന്നാലും പരാജയം എന്നുള്ള സാധനം വന്നു കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് പോവുക എന്നുള്ളത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അനൂപായിരുന്നാലും ശ്രീകുമാർ ആയിരുന്നാലും അവരെ ഇപ്പൊ നിലവിൽ കേരളത്തിൽ നയിക്കുന്നത് VD സതീശനാണ്, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവാണ്. അദ്ദേഹം പറയാണ് UDF പരാജയപ്പെട്ടാൽ പിന്നെ ഞാൻ രാഷ്ട്രീയത്തിലില്ല. എങ്ങനെയാണ് UDFലെ സഖ്യകക്ഷികളും UDFനോടൊപ്പം നിൽക്കുന്ന മനുഷ്യന്മാരും ഇദ്ദേഹത്തെ വിശ്വസിച്ച് നിൽക്കുകയല്ലോ? മോഹൻരാജും തമ്മിലുള്ള തല്ലല്ലോ, കോൺഫിഡൻസിന്റെ പ്രഖ്യാപനം ഇതല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ. ഇങ്ങനെയാണോ കോൺഫിഡൻസിന്റെ പ്രഖ്യാപനം? UDF പരാജയപ്പെടുകയാണെങ്കിൽ അത് ജനങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ലേ? UDF പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയമേ ഉപേക്ഷിക്കുമെന്ന് പറയുന്നത് എത്ര പരാജയമായിരുന്നാലും വിജയമായിരുന്നാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉത്തരവാദിത്വത്തോടെ ഇവിടെ ഉണ്ടാവുമെന്നല്ലേ കോൺഗ്രസ് പറയുന്നത്? കോൺഗ്രസിന്റെ നിലപാട് അതല്ലേന്നേ. അവരല്ലേ അത് തന്നെയല്ലേ കഴിഞ്ഞ 15 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നേർ വിപരീതമല്ലേ VD സതീശൻ പറയുന്നത്? ആത്മഹത്യാ ഭീഷണി മുഴക്കുകയല്ലേ VD സതീശൻ?
അത്രയും ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ തന്നെയാണ് തെരുവിലേക്ക് വരൂ, നമുക്ക് നേർക്കുനേർ മുട്ടാമെന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് എന്താണ് എന്താണ് ഇദ്ദേഹം പറയുന്നത്? ഇദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണ്? ഇദ്ദേഹം മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. നോക്കൂ, വയനാട്ടിലെ കണക്കിനെ പറ്റി പറയുന്നത് എന്താണ്? വീടിന്റെ പണി കഴിഞ്ഞിട്ട് കണക്ക് പറയാന്നാണ്. പ്രധാന വിഷയം അതാണല്ലോ. വയനാട് നമുക്ക് പ്രത്യേകമായി ഈ ചർച്ചയിൽ തന്നെ എടുക്കുകയും ചെയ്യാം. ശ്രീ എൻ ശ്രീകുമാർ, നോക്കൂ, അങ്ങനെ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുനിന്ന് വരുന്ന ഒരു ആരോപണം. അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയവും അതിനോടുള്ള കമ്മിറ്റ്മെന്റുമേ ഉള്ളൂ അദ്ദേഹത്തിന് എന്നൊരു ചോദ്യം സ്വാഭാവികമായി അപ്പുറത്തൊന്നും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഈ വെല്ലുവിളി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് മാത്രമാണ് അതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള സംവാദം എന്ന നിലയ്ക്കെടുത്തത്. മുഖ്യമന്ത്രി ആ ഗൗരവത്തിൽ അതിനെ കണ്ടിട്ടില്ലെന്നേ. നോക്കൂ ശ്രീമതി മാധു, നമ്മൾ ഈ പത്രസമ്മേളനമൊക്കെ നടത്തുമ്പോഴേ സംവാദത്തിന് തയ്യാറാണ്, ആശയപരമായ പോരാട്ടം നല്ലതെന്നൊക്കെ ഒരു ആവേശത്തിൽ പറയും. പക്ഷെ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എതിരാളി ആരാണെന്നൊരു തോന്നൽ വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്മാറുന്നൊരു സ്വഭാവമുണ്ട്. അത് തന്ത്രപരമായ പിന്മാറ്റം എന്നാണ് നമ്മൾ പറയുക. തന്ത്രപരമായ പിന്മാറ്റം എന്ന് പറയും, ചിലതിന് ഒളിച്ചോട്ടം എന്ന് പറയും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അത് ചർച്ച ചെയ്യേണ്ടത്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിലെ ചാനലുകൾ കണ്ട മാധു അടക്കം കേട്ടോ, മാധുവിനെ കൂടി ഞാൻ ഉൾപ്പെടുത്താം, നിങ്ങളെല്ലാവരും എന്താണ് വി ഡി സതീശനും പിണറായി വിജയനും പറയുന്നത് കേട്ടല്ലോ. അപ്പൊ അതിലിപ്പോ ആരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ അതിലേക്ക് ചർച്ച ചെയ്തതിന്റെ സമയം കളയാനില്ല. ഇവിടെ വി ഡി സതീശൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് കേട്ടാലേ അപ്പൊ അത്രയും അവർക്കൊക്കെ കൊള്ളുന്നു എന്നുള്ളതാണ്. കാരണം വി ഡി സതീശൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്തിനാ ഇവർക്ക് ഇത്ര കൊള്ളണ, എന്തിനാ ഇവർക്ക് ഭയക്കുന്ന എന്താ? സതീശൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ ആത്മവിശ്വാസം നഷ്ടപ്പെടും. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തില് ഒരു 3 ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം ചോദിക്കുന്ന ബഹളമായി മാറും. അതായത് വി ഡി സതീശൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് 100-ലധികം സീറ്റ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ക്ലിയറായ വിജയം, അതായത് അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്, മറ്റേ തിളക്കമാർന്ന വിജയം. വളരെ ഒരു നാരോ എസ്കേപ്പ് ഉണ്ടായിരിക്കുന്നു, പറയൂ. അല്ല, തിളക്കമാർന്ന വിജയം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയത്തില് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. എന്താണത്? ഒരു സംവാദം, മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് സംവാദത്തിന് തയ്യാറാണ്. അന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് പറഞ്ഞിട്ടില്ല. സംവാദം എന്തായാലും ഫേസ്ബുക്കിലല്ലോ നടക്കുക. നമുക്ക് ഫേസ്ബുക്കിൽ കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ മാധു. സംവാദം എങ്ങനെയാണ്? ഒരു മേശ, ഒരു പ്രസ് ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ഒരു പൊതുവേദി, 2 പേരിയ്ക്കുന്നു, 2 പേര് സമ്മതിക്കുന്നു, അതിനുള്ള കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അതൊരു പുതുമയുണ്ട്. അതാണ് കേരളത്തിലെ ജനങ്ങളും വാർത്താ അവതാരകരും വാർത്താ ചാനലുകാരും എല്ലാവരും ആഗ്രഹിച്ചതാ. അത് നടക്കാതെ പോയി. എന്താ നടക്കാതെ പോയെന്ന് ചോദിച്ചാൽ, വി ഡി സതീശൻ ഫേസ്ബുക്കിൽ ആവാമെന്ന് പറഞ്ഞു എന്നാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ സമയവും തീയതിയും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട്, അല്ലാണ്ട് തലയെ കെട്ടിയിട്ടിട്ട് വെല്ലുവിളിക്കുകയല്ല. ആത്മവിശ്വാസം ഉള്ള എവിടാ വരണ്ടേന്ന് ചോദിക്കുന്നത്. അത് ചോദിക്കണമെങ്കിൽ ആത്മവിശ്വാസം വേണം. അപ്പൊ അത് എന്താ ഇല്ലാത്തെന്ന് ചോദിച്ചാൽ നേരത്തെ അനൂപ് പറഞ്ഞ പഴയ സംവാദം ഓർക്കുന്നതുകൊണ്ടായിരിക്കും, എനിക്ക് അറിയില്ല. പക്ഷെ മാധു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ 3-4 ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങളുണ്ടായ ദിവസം BJP ദേശീയ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഇവിടെ, AK ആന്റണിയുടെ പത്രസമ്മേളനം, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് മറ്റേ ഈ വെല്ലുവിളി, അതുപോലെ തന്നെ SDPIയുടെ നിലപാട്, ബിനോയ് വിശ്വത്തിന്റെ മലക്കമറിച്ച്, ഇതൊക്കെ ഇന്ന് സംഭവിച്ചതാ. ഇതൊക്കെ ആകുമ്പോഴേ മാധു, ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് മുന്നണിക്കൊരു നയം ഉണ്ടാവില്ലേ? ഒരു പാർട്ടിക്കൊരു നയം ഉണ്ടാവില്ലേ? പാർട്ടി നയം വ്യക്തമാക്കേണ്ടതാരാ? പാർട്ടി സെക്രട്ടറി അല്ലേ? MV ഗോവിന്ദ മാഷയെ കാണാനില്ലെന്ന് വാർത്തകൾ കാണുന്നു. ആരാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ വിലക്കിയത്? കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്തുകൊണ്ടാണ് പ്രതികരിക്കാതെ പോകുന്നത്? അദ്ദേഹത്തെ വിലക്കാൻ പറ്റിയ നേതാവ് കേരളത്തിൽ ആരാണ്? പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ വിലക്കാൻ സംസ്ഥാന കമ്മിറ്റിക്കല്ലേ അധികാരമുള്ളൂ. ശരി, അങ്ങനെ ഒന്നില്ലാതെ മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, PS സഞ്ജീവിനെ കൂടി പോട്ടെ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഞാൻ നിർത്തിക്കോട്ടെ. അപ്പോ ഇന്ന് SDP, ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താണ്. SDPയുടെ വിഷയം വന്നു. ആ SDPയുടെ വിഷയത്തില് ഒരു നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞു, ബിനോയ് വിശ്വം പറഞ്ഞു, വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ നമ്മളുടെ ബിനോയ് വിശ്വത്തിന്റെ നിലപാട് ആരുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കും. ഈ മാധു തന്നെ ഒരു 25 ചർച്ച നടത്തിയാൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് SDP വിഷയത്തില്. അന്ന് മാധു ചർച്ച ചെയ്ത വിഷയം എന്താണെന്ന് ഇന്ന് മാധു തന്നെ എന്ന് പറയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ഈ വിഷയങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കും, അതിൽ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കും. അതുകൊണ്ട് SDPയിലേക്കും വരാം, വയനാട്ടിലേക്കും വരാം. PS സഞ്ജീവിലേക്ക് ഒന്ന് പോട്ടെ. ശ്രീ PS സഞ്ജീവ്, ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഞാൻ കേട്ടില്ല, കണ്ടില്ല, അത് ഫേസ്ബുക്കിലാണെന്ന് കരുതി എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, പക്ഷേ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു കാര്യം
ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പോഴെങ്കിലും സംവാദത്തിന് തയ്യാറായല്ലോ, നിയമസഭയിൽ അങ്ങനെയൊന്നിന് മുതിർന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം എന്ന നിലയ്ക്ക് ലാഘവ ബുദ്ധിയോടെയാണ് മുഖ്യമന്ത്രി ആദ്യം കണ്ടതെന്ന് പറയുന്നത് ശരി, പറയാം. പക്ഷെ അങ്ങനെ ആകില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവില്ലേ? അങ്ങനെയല്ലല്ലോ. അതിൽ മറ്റൊരു ഭാഗമില്ലേ? കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ 1ഉം 2ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കേരളത്തിലെ നിയമസഭകളിൽ തന്നെ ഈ UDF അവതരിപ്പിച്ച എത്ര അടിയന്തര പ്രമേയ അവതരങ്ങളെയാണ് അല്ലെങ്കിൽ അവരുടെ പ്രമേയങ്ങളെയാണ് നേരിട്ടത്. ആ പ്രമേയങ്ങളൊക്കെയും നേരിട്ട് കൃത്യമായി ചാട്ടുള്ളി പോലെ മറുപടി കിട്ടി വശംവദരാകുന്ന UDF ക്യാമ്പിനെയും ക്ഷീണിച്ച് പരിക്ഷീണരായി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകാൻ കഴിയുമോ എന്ന് അന്വേഷിച്ച് നടന്ന മുൻ പ്രതിപക്ഷ നേതാവിനെയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെയും കേരളം കണ്ടതല്ലേ. അപ്പോൾ സംവാദത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഇനിയും വിടുവായുത്തരങ്ങളൊക്കെ പറയാം. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പ്രത്യേകമായി അതെടുത്ത് സംസാരിക്കുന്നത് കണ്ടു. ഇവിടെ ഞങ്ങൾ ഇപ്പോഴും അതേ സംവാദത്തിൻ്റെ തുടർച്ചയിൽ തന്നെയാണ്. മുഖ്യമന്ത്രി കൃത്യം 2 മണിക്കൂർ മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് മറുപടി തന്നും സംവാദത്തിൽ ഏർപ്പെടാം. സംവാദം എന്ന് പറയുന്നത് ഈ ടെക്നിക്കൽ ടേംസ് വെച്ച് ഇന്ന രൂപത്തിൽ ഇങ്ങനെയായിരിക്കണം. ഇപ്പോൾ കവിതയെക്കുറിച്ചൊക്കെ പറയും, അത് മണിപ്രവാളം വഴി പ്രാസമൊപ്പിച്ച് അങ്ങനെയൊക്കെ വരണം. ആധുനിക കവിത്രയങ്ങൾ അതൊക്കെ മാറ്റിമറിച്ചവരാണ്, പിന്നീട് അത് മാറിയതാണ്. അപ്പോൾ അത്തരത്തിൽ സംവാദങ്ങളെക്കുറിച്ച് ശ്രീകുമാർ സാറിനെ പോലുള്ള ഒരാൾക്ക്, ഒരു മാധ്യമ പ്രവർത്തകന് ഇപ്പോഴും കാലഹരണപ്പെട്ട കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സംവാദങ്ങൾ പല വിധങ്ങളിലായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. കോർഡിനേഷൻ നമ്മൾ ഓൺലൈനിലായി എല്ലാത്തിനെയും നേരിടുകയാണ്. അപ്പോൾ അതേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ പിണറായി വിജയൻ എന്ന ഒഫീഷ്യൽ പേജിലൂടെയാണ് അദ്ദേഹം സംവദിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സംവാദത്തിൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. അതിന് നിങ്ങൾ ആരെങ്കിലും ഒരാൾ മറുപടി തന്നാൽ മതി. യലഹങ്കയിലെ പാവങ്ങളുടെ വീടുകൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇടിച്ചു നിരത്തിയിട്ട് ഇന്നത്തേക്ക് 101 ദിവസം കഴിഞ്ഞു. ബുൾഡോസർ രാജിനിരയായവർ ടാർപോളിൻ ഷീറ്റിനു കീഴെ അന്തിയുറങ്ങാൻ തുടങ്ങിയിട്ട് 101 ദിവസം. യലഹങ്കയിലെ ഇരകൾക്ക് ജനുവരി 1 കർണാടക സർക്കാർ വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞു പറ്റിച്ച് നാളേക്ക് 3 മാസം. വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിനായി കോൺഗ്രസ് പിരിച്ച പണം എവിടെയാണെന്ന എത്രയെന്നോ ഒരു വിവരവുമില്ല. ആപ്പ് പുറത്തിറക്കിയിട്ട് കോൺഗ്രസ് പണപ്പിരിവ് തുടങ്ങിയിട്ട് നാളേക്ക് 590 ദിവസം. നിയമസഭാ സമ്മേളനങ്ങളിലോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തോ കേരളത്തിൽ അല്ല, ഇത് വളരെ ചെറുതാണ്, ഒന്നുമില്ല, ഇത്രയേ ചോദിക്കുന്നുള്ളൂ. വയനാട് ദുരന്ത ബാധിതർക്കായി പിരിച്ച പണം എവിടെയാണ്? അതിന്റെ കണക്ക് എന്തിനാണ് നിങ്ങൾ മറച്ചു വെക്കുന്നത്? യലഹങ്കയിലെ പാവങ്ങളെ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. അപ്പോ സംവാദം ഓപ്പൺ ആണ്, നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തുടങ്ങാം. നിങ്ങൾ ഇങ്ങനെ VT ബൽറാമും MP രാജേഷും തമ്മിൽ ഒരു വെല്ലുവിളിയുടെ ഒരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. അപ്പോൾ VT ബൽറാം ഏറ്റവും അവസാനം പറഞ്ഞത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം പിറ്റേ ദിവസം അതും ഫേസ്ബുക്കിൽ കൂടെയാണോ? അതും ഫേസ്ബുക്കിൽ കൂടെ ആയിരിക്കോ? അല്ല, ഞാൻ പറയട്ടെ, ഏതു വിധേനയും നിങ്ങൾക്ക് സംവാദത്തിൽ ഏർപ്പെടാം. അത് ഇങ്ങനെ ഫേസ്ബുക്കിലാവണോ ഇങ്ങനെ ആവണോ എന്നൊക്കെ ഇപ്പോൾ മീറ്റ് ദ എഡിറ്റേഴ്സ് നിങ്ങൾ തന്നെ ചേരുമ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടല്ലേ പല ഭാഗങ്ങളിൽ നിന്നായി നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ ചേരാറ്. ചിലപ്പോൾ ചിലരുണ്ടാവാറില്ല, ചിലപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ സാങ്കേതിക അതാ ഞാൻ ചോദിക്കുന്നത്. ഈ ടെക്നിക്കൽ ടേംസ് വെച്ച് നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? അദ്ദേഹം ഓപ്പണായ ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു തുടങ്ങിക്കോളൂ. ചോദ്യം ഇതാണ്, യലഹങ്കയിലെയും വയനാട്ടിലെയും മനുഷ്യരുടെ കാര്യത്തിന് ഉത്തരം തരൂ. ശരി, അല്ല, ഈ വെല്ലുവിളി വന്നപ്പോൾ ആദ്യം നമുക്ക് ഫേസ്ബുക്കിൽ സംവദിക്കാമെന്ന് പറഞ്ഞു കേട്ടില്ല. അപ്പൊ നമുക്ക് സംവദിക്കാം എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് സ്ഥലവും സമയമൊക്കെ ചോദിച്ചപ്പോഴാണ് ഫേസ്ബുക്കിലാകട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഇനി അങ്ങനെയാ ഞങ്ങൾ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ, അയ്യോ നിങ്ങൾ അങ്ങനെയല്ല വിചാരിച്ചിരുന്നത്, ഇത് കള്ളക്കളിയാണെന്നൊന്നും നാട്ടുകാർക്ക് പറയാൻ കഴിയില്ലോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചത്, അവരങ്ങനെയല്ല വിചാരിച്ചത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ഇനി ഓരോ വിഷയമായിട്ട് ഈ പറഞ്ഞ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഭാഗത്തെ നമുക്ക് എങ്ങനെയും കാണാം. ഡിബേറ്റ് ഓപ്പൺ ആണോ അല്ലയോ എന്നുള്ളതല്ല ചോദ്യം. ഡിബേറ്റ് ഓപ്പൺ ആണ്. ശരി ശരി, നമുക്ക് ഓരോ വിഷയമായിട്ട് എടുക്കാം. ശരി, നോക്കൂ ശ്രീ VR അനൂപ്, ഇപ്പം വയനാടുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ ചോദ്യം പ്രതിപക്ഷം നേരിടേണ്ടി വരുന്നത്. ഇന്ന് കുറച്ച് മുമ്പിട്ടിരിക്കുന്ന പോസ്റ്റിൽ പോലും കൃത്യമായി മുഖ്യമന്ത്രി ചോദിക്കുന്നത് എത്ര പണം പിരിച്ചു, ആപ്പ് എവിടെ, ആ പണം ഏത് അക്കൗണ്ടിൽ എന്നുള്ളതാണ്. 3 ചോദ്യം വളരെ ഷാർപ്പാണ്. മറുപടി ഉണ്ടോ?
അല്ല, ഞാൻ അതിലേക്ക് വരാനേ. അങ്ങനെ പോലെ എനിക്ക് അങ്ങനെ പോലെ തോന്നുന്നത് അങ്ങനെ പോലെ അങ്ങനെ CPM പോരുത്. പ്രതിനിധി SFIയുടെ സംസ്ഥാന ഞാൻ വരാം മാധു. ഞാൻ എനിക്ക് അനുവദിച്ച സമയത്തിൽ മാധു പറഞ്ഞ ആ വിഷയം സ്പർശിച്ച് അതിന് മറുപടി പറഞ്ഞേ. അല്ല, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ ഈ സംവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ 4 അതിഥികളിലേക്ക് വന്നു. ശേഷം വിഷയം എന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. ഒരു ചർച്ച എങ്ങനെ പോകണം എന്നുള്ളത്. ശരി, അപ്പൊ വയനാട് പറയൂ. തീർച്ചയായും ഞാൻ പറഞ്ഞതല്ല. ഞാൻ വയനാട്ടിലേക്ക് തന്നെ വരാം. അതിനു മുമ്പ് ഒരേ ഒരു കാര്യം, ഇവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ CPMന്റെ പ്രതിനിധി പറയുന്നത് എന്താണെന്നറിയോ? നേരിട്ടുള്ള സംവാദത്തിൽ മുൻ പ്രതിപക്ഷ നേതാവിനെയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് തോൽപ്പിച്ച് പരിക്ഷീണിതനാക്കി എന്നൊക്കെയാ. ഇതൊരു ഫാൻ ബോയ് ഭാവനയാണെന്നേ. മുഖ്യമന്ത്രി അങ്ങനെ നേരിട്ട് ഇവരെയൊക്കെ കുത്തി മലർത്തി തോൽപ്പിച്ചെങ്കിൽ ഇപ്പോഴും നേരിട്ട് വരാൻ എന്താ കുഴപ്പമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഫയൽവാൻ ജയിച്ച് ഫയൽവാൻ തോറ്റ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ നേരിട്ട് തോൽപ്പിച്ചു എന്ന് പറയുന്ന ഏകപക്ഷീയമായ മറുപടി പറയും. നമുക്ക് ഓരോ വിഷയത്തിൽ പോകേണ്ടതുണ്ട്. അങ്ങ് ഇതിലേക്ക് വരൂ. ഞാൻ വയനാടിനെ കുറിച്ച് തന്നെ പറയാം. മാധു ഇങ്ങനെ ആവർത്തിച്ച് വയനാട്ടിലേക്ക് ചോദ്യം അല്ല ഞാൻ അങ്ങോട്ട് വരാന്നേ. എനിക്കും ഇത് ഈ പറയുന്ന നിങ്ങൾ സംസാരിച്ചപ്പോൾ അതിനിടയിൽ കയറി പറയാൻ അറിയാഞ്ഞിട്ടാണോ? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുക, ഞാൻ അതിലേക്ക് വരാം. ഞാൻ മാധുവും ഞാനുമായിട്ടുള്ള സംഭാഷണം ഇടയിൽ നിന്ന് ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറി കയറി വരേണ്ട കാര്യം കുറച്ചു നേരം കേൾക്ക്. മൻ കി ബാത്ത് നടത്തല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, ഞാൻ വളരെ തുടക്കത്തിലെ പറഞ്ഞു. തീർച്ചയായും വയനാടുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താ? കോൺഗ്രസ് ഒരു പണപ്പിരിവ് നടത്തുന്നു. അത് ഈ വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാനാണ്. അതിനകത്ത് കോൺഗ്രസ് ഈ പറയുന്ന വീട് വെച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് അതിന് വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, കോൺഗ്രസ് ഫണ്ട് മേടിച്ച് സ്വരുക്കൂട്ടിയ സ്ഥലത്ത് DYFI കുടില് കെട്ടുമെന്ന് പറയുന്ന അങ്ങേയറ്റം തനി തെമ്മാടിത്തത്തിലേക്ക് DYF വന്നിരിക്കുകയാണ്. ഇവിടെ അല്ല അങ്ങനെയാണെങ്കിൽ മാധവി ചോദിക്കേ, ഈ ചർച്ചക്കിടയിൽ ചോദിക്കേ, പയ്യന്നൂരിൽ ഇവരുടെ തന്ത്രമാണ്. ഇത് നേരത്തെ പറഞ്ഞ കള്ളക്കളിയാണ്. ഇത് നാട്ടുകാരെടുക്കില്ല. അല്ല, ഞാൻ പയ്യന്നൂരിലെ കാര്യം ചോദിച്ചിട്ടേ അങ്ങോട്ട് ഈ കാര്യം ചോദിക്കാൻ പറയുള്ളൂ. കള്ളക്കളിയല്ല. അല്ലല്ല, പയ്യന്നൂരിലെ കാര്യം ഞാൻ സഞ്ജീവിനോട് ചോദിക്കാം. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടാ, എത്ര പണം പിരിച്ചു, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ടിൽ? 3 ചോദ്യമുള്ളൂ. പയ്യന്നൂരില്ല. ഇവിടെ ഈ എന്തുകൊണ്ട് പയ്യന്നൂരില്ല? പയ്യന്നൂർ ഞാൻ അവരോട് ചോദിച്ചോളാം. അങ്ങേ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. ഒരു നേതാവ് വന്ന് അല്ല അങ്ങനെ അക്കൗണ്ടബിലിറ്റി രണ്ടുപേർക്കും തുല്യല്ലേ? ഞങ്ങൾ നടത്തിയ ഒരു ഫണ്ട് പിരിവിനെ അല്ല അത് ചോദിക്കാനുള്ള ധാർമ്മികത ഇവിടെ CPM ഇല്ലാതെ എന്ന സംശയം. മൃതദേഹത്തെ കാശുണ്ടാക്കുകയാണെന്ന് അല്ല ഞാൻ പറയാലോ. അതിനകത്തുള്ള സാങ്കേതിക കാര്യങ്ങൾ 100 വട്ടം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വിശദീകരിക്കപ്പെട്ട കാര്യമാണെന്നേ. കേരളത്തിൽ CPM ഒരു അജണ്ടയുണ്ട്. ഈ പറയുന്ന CPMന്റെ സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ പ്രതിരോധിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറല്ല. ഏത് അക്കൗണ്ടിൽ? അല്ല, ഞങ്ങൾ അതിന് തയ്യാറല്ലേ. ഇനി പറയാനില്ല. അപ്പൊ പിന്നെ ഈ ചോദ്യം അല്ല, തിരിച്ച് അതേ ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ടല്ലോ. സ്വരാജിനെ പോലൊരു നേതാവ് വന്നിരുന്ന് പറയുകയാണ് ഞങ്ങൾ നടത്തുന്നത് ശവം തൂക്കലാണ് എന്ന് പറയുമ്പോ, സ്വരാജിന്റെ പാർട്ടി രക്തസാക്ഷിയുടെ ഫണ്ട് കാര്യത്തിൽ സ്വന്തം രക്തസാക്ഷിയുടെ ശവം തൂക്ക് നടത്തിയ പാർട്ടിയല്ലേ? ഇവർക്ക് എന്ത് ആധികാരികതയാണ്, ഇവർക്ക് എന്ത് അവകാശമാണ് ഞങ്ങളെ ചോദ്യം ചെയ്യാനുള്ളത്? ആ പാർട്ടിക്ക് ചോദ്യം ചോദിച്ചത് ഞാനാണ്. ഓരോ വിഷയം എടുക്കാന്ന് പറഞ്ഞ ഞാനാണ് വയനാടുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ച അങ്ങ് CPMനെ വിടുന്നേ. എത്ര പണം, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ട്? ഞാനാ ചോദിക്കുന്നേ. മാധുവിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഭരണനിർവഹണമാണോ കാണേണ്ടത്? ഒരു പാർട്ടി നടത്തിയ പണപ്പിരിവുമായുള്ള പ്രതിപക്ഷത്തോട് എനിക്ക് ഭരണനിർവഹണത്തെ പറ്റി ചോദിക്കാൻ പറ്റുമോ? ഞാൻ ഭരണനിർവഹണത്തെ പറ്റി CPMനോട് ചോദിക്കാം. ഞാൻ പ്രതിപക്ഷത്തോട് ചോദിക്കേണ്ട ചോദ്യം ചോദിക്കുന്നേ. അല്ല, ഇതിനകത്ത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നിങ്ങളെ ഒരു പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മാധുവിനെ പോലെ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള എനിക്ക് പ്രതിപക്ഷം ഇറങ്ങി പുറപ്പെട്ട ഒരു പ്രോജക്റ്റിൽ അല്ല, കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രോജക്ട് എന്താണെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുമോ? ഞാനത് സർക്കാരിനോട് ചോദിക്കാം.
എനിക്ക് പ്രതിപക്ഷത്തിരുന്ന സർക്കാർ ഈ നാട്ടിലെ പ്രതിപക്ഷം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത ഒരു ഉറപ്പ് വയനാട്, അതിനെപ്പറ്റിയല്ലേ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റൂ. ഞാൻ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കാൻ വേണമെങ്കിൽ, എത്ര തുക, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ട്, ഇതൊന്നും ഇല്ലെങ്കിൽ സംവാദം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല കേട്ടോ. കേരളത്തിന്റെ ഇതേ ചോദ്യം അല്ല അല്ല അതൊക്കെ മാധുവിൻ്റെതായ കാര്യങ്ങളിലേക്ക് പറയാം. ഈ സംവാദം പറ്റുന്ന പണിയായതുകൊണ്ടാണല്ലോ സ്വരാജിനെ പോലുള്ള ആളുകൾ സംവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഏകപക്ഷീയമായി ഇത്തരം ശവന്തൂക്ക് പ്രസ്താവനകളുമായിട്ട് വരുന്നത്. ഞങ്ങൾ സംവാദത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വരാജ് എത്രയോ വേദികൾ പറഞ്ഞു എനിക്ക് ഇപ്പോഴത്തെ ചാനൽ സംവാദങ്ങളോട് താല്പര്യമില്ല, എന്നിട്ടൊരു പത്രസമ്മേളനം വിളിക്കുന്നു, ഒറ്റയടിക്ക് പറയുന്നു ശവന്തൂക്കലാണ്. എന്നാൽ മറിച്ച് രക്തസാക്ഷികളുടെ ശവന്തൂക്കൽ നടത്തുന്ന പാർട്ടിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാട്ടില്ല. പിണറായി വിജയൻ തൊട്ട് സ്വരാജ് വരെയുള്ള ആളുകൾക്ക് ഈ സംവാദം എന്ന് പറയുന്ന ഒരു പരിപാടി പറ്റിയതല്ലെന്നേ. മുതിർന്നുപോയ നേതാക്കളല്ലേ? നോക്കൂ, വി ഡി സതീശൻ മുമ്പ് ടെലിവിഷൻ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ലേ? അദ്ദേഹം ഇപ്പൊ ടെലിവിഷൻ ചാനലിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ നിർത്തിപ്പോന്നു. വി ആർ അണുവിനെ പോലെയുള്ള യുവ നേതാക്കൾ വരുന്നു ചർച്ചയ്ക്ക്, അതൊക്കെ നടക്കും. നോക്കൂ, ഞാൻ അങ്ങോട്ട് 5 തവണ ചോദിച്ചു, അങ്ങേക്ക് ഇതിൽ ഒരൊറ്റ കാര്യത്തിനെങ്കിലും ഉത്തരം പറയാനുണ്ടെങ്കിൽ എനിക്ക് ഇടവേളെടുക്കാൻ പറ്റാത്തതിലേക്ക് പോകാം. ഇതിനകത്ത് ഒരു മിനിറ്റ്, ഈ ചർച്ചയ്ക്ക് വരുന്നതും വരാതിരിക്കുന്നതൊക്കെ വേറെ കാര്യം. പക്ഷെ ചർച്ചകളെ താല്പര്യമില്ല, ചർച്ചകളോട് പൊതുവെ പുച്ഛം, എന്നിട്ട് ഏകപക്ഷീയമായിട്ട് ഈ ആളില്ലാത്ത ഗോൾ പോസ്റ്റ് അവിടെ നിൽക്കട്ടെ. അങ്ങ് ഈ ചർച്ചയുടെ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ നാട് മുഴുവൻ ഓടുമല്ലോ വി ആർ അനൂപ്. അല്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനകത്ത് LDF ഒരു അജണ്ട ഉണ്ടെന്നേ. LDF എന്താണ് ചെയ്യുന്നത്? എല്ലാ തെരുവുകളിലും എല്ലാ മീറ്റിങ്ങുകളിലും ഇതിനകത്ത് ജനാധിപത്യ വിരുദ്ധത മാധുവിനൊന്നും തോന്നുന്നില്ലേ? ഞങ്ങൾ കാര്യം ചോദിക്കട്ടെ, ഞാനൊരു കാര്യം അല്ല ഇതിനകത്തൊരു കാര്യം ചോദിക്കട്ടെ മാധു അല്ല മാധു ചോദിച്ചോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വയനാടുമായിട്ട് തന്നെയാണല്ലോ ചർച്ച. ഞങ്ങൾ വാങ്ങിച്ച സ്ഥലം, ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചൊരു സ്ഥലം വാങ്ങിക്കുന്നു. ആ സ്ഥലത്ത് കുടില് കെട്ടി സമരം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ ജനാധിപത്യ നമുക്ക് പിന്നെ ചോദിക്കാം. ഇതിനുണ്ടോ? ഇതിന് മറുപടി ഇല്ലല്ലോ അല്ലേ? ഞാൻ എടുക്കണേ ഒരു ചോദ്യം 10 തവണയ്ക്ക് ചോദിക്കാൻ എനിക്കൊരു നാണക്കേടില്ലേ? ചോയ്സ് എനിക്ക് നാണമുണ്ടോ എന്നുള്ളത് എന്റെ ചോയ്സ് ആയതുകൊണ്ട് ഞാനൊരു ഇടവേള എടുക്കും. വിഷയവുമാണ് ഇന്ന് വലിയ തോതിൽ ചർച്ചയായിരിക്കും. നമ്മൾ ഈ ചർച്ചയുടെ ഒരു പാറ്റേൺ അങ്ങനെ തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ട് ഇതിൽ ഞാൻ ഇടതുപക്ഷത്തു നിന്ന് ഒരു അഭിപ്രായം തേടുകയാണ്. ഡോക്ടർ പ്രേംകുമാറിലേക്കാണ് പോകുന്നത്. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പൊ നോക്കൂ, വയനാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം, വീട് പണിതതിന് ശേഷം അതിന്റെ കണക്ക് വ്യക്തമാക്കും എന്നുള്ളതാണ്. ആ പണവുമായി ബന്ധപ്പെട്ട് ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല. അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങൾ കോൺഗ്രസിന് വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയാണോ? അല്ല, അതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയല്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ടെന്നറിയോ? സാധാരണ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഏത് നാട്ടിലാണെങ്കിലും ഭരണത്തിലിരുന്ന പാർട്ടി ജനങ്ങൾക്ക് കൊടുത്ത ഓഫറും അവരെ അത് നടപ്പിലാക്കാത്തത് പ്രതിപക്ഷവും ജനങ്ങളും ചോദ്യം ചെയ്യാണ് ചെയ്യുക. അതാണല്ലോ 900-ലധികം എന്താ പറയുക കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഒരു മാനിഫെസ്റ്റോ കൊണ്ടാണ് പിണറായി 2 അധികാരത്തിൽ വന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് വി ഡി സതീശൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്, അനൂപും ശ്രീകുമാർ അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ കേരളത്തിൽ സാധനം നേരെ തിരിച്ചാ ഉള്ളത്. നമ്മൾ ഇടതുപക്ഷത്തുള്ള ആളുകൾ, നിങ്ങളെപ്പോലുള്ള ജേർണലിസ്റ്റുകൾ കോൺഗ്രസ്സുകാരോട് ചോദിക്കേണ്ടി വരികയാണ്, പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പൈസ എവിടെ, കണക്കെവിടെ, ആപ്പ് എവിടെയെന്ന്. ഇനി അതിൽ അനൂപും കോൺഗ്രസിന്റെ ആളുകളും പറയുന്ന ഒരു കാര്യത്തിനുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് ആയിരുന്നാലും CPM ആയിരുന്നാലും CPI ആയിരുന്നാലും ലീഗ് ആയിരുന്നാലും പല ഘട്ടങ്ങളിലും ആളുകളിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. നമ്മൾ ആരും ഇതിന്റെ കണക്ക് ചോദിക്കാറില്ല. പൊതുജനം, പുറത്തു നിൽക്കുന്ന ആൾക്കാർ ചോദിക്കാറില്ല. കെ കരുണാകരന്റെ സ്മാരകത്തിന് വേണ്ടി ഫണ്ട് പിരിച്ചു എന്നാണ് അവർ തന്നെ പറയുന്നു. കോഴിക്കോട് DCC ഓഫീസിന്, അങ്ങനെ പലതും. അത് അവർ പരിഹരിക്കട്ടെ. ഇവിടെ എന്താ പ്രശ്നം? കേരളം ഇന്നേ വരെ കണ്ടതിൽ ഏറ്റവും വലിയൊരു ദുരന്തം നടക്കുന്നു. ആ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്, സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്, ഒരു സംശയമില്ല. അതിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രളയകാലത്തും കോവിഡ് കാലത്തും ചെയ്തതുപോലെ മലയാളിയുടെ മഹനീയ മാതൃകയിൽ സംഭാവന തരാൻ തയ്യാറാവുന്നു. അപ്പൊ കോൺഗ്രസ് വന്നിട്ട് എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ CMDRFിലേക്ക് കൊടുക്കരുത്, ഞങ്ങളെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ പിരിക്കുന്നു. അത് ട്രാൻസ്പെറന്റ് ആക്കാൻ വേണ്ടി ഇവരൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു.
അതിനുശേഷം ഇവർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. വി ഡി സതീശൻ ഇന്ന് പറഞ്ഞതിന്റെ അകത്തുള്ള ഏറ്റവും വലിയ തട്ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എംഎൽഎമാരടക്കം പണം കൊടുത്തില്ലേ, അവർ രാഷ്ട്രീയമായി മറ്റൊരു പിരിവ് നടത്തി എന്നല്ലേ ഉള്ളൂ. കെ സുധാകരൻ KPCC പ്രസിഡന്റ് പറഞ്ഞത് രമേശ് ചെന്നിത്തല ചെയ്തത് ശരിയല്ല എന്നാണ്. ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് കഴിഞ്ഞ തവണ ഫണ്ട് പിരിച്ചിട്ട് എവിടെയൊക്കെയോ എന്താ പറയാ ആലുവയിലോ അങ്കമാലിയിലോ എന്തോ തിരിമറി നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി എന്നാണ്. കുറെ MLA-മാർ CMDRF-ലേക്കും ഫണ്ട് കൊടുത്തിട്ടുണ്ട്, സത്യമാണ്. ടി സിദ്ദിഖൊക്കെ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആഹ്വാനം ഇതായിരുന്നു, ആ സമയത്ത് ആളുകളിൽ നിന്ന് പിരിച്ച പൈസയാണ്. ഈ കൊടുത്ത പൈസ പൊളിറ്റിക്കൽ ഡൊണേഷൻ അല്ലെന്നേ. വയനാട്ടിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യരെ കണ്ട് മനസ്സലിഞ്ഞ് നിങ്ങളെയും എന്നെയും പോലുള്ള ആളുകൾ അവർക്ക് കൊടുത്ത പൈസയാണ് ഇവരുടെ കയ്യിലുള്ളത്. ആ പൈസക്കാണ് തുമ്പും വാലും ഇല്ലാത്തത്. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് അന്നു മുതൽ ഇന്നേ വരെ ഇവരെ പറഞ്ഞതെല്ലാം നുണയായിരുന്നു. ആദ്യം പറഞ്ഞതെന്താ അറിയോ? സർക്കാർ ഭൂമി തന്നില്ല എന്ന്. സർക്കാർ ഒരു പാർട്ടിക്കും ഒരു സംഘടനയ്ക്കും ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. സർക്കാർ നേരിട്ട് ഈ ബെനിഫിഷ്യറീനെ അഡ്രസ് ചെയ്തത് നിങ്ങൾക്ക് ഒന്നുകിൽ ടൗൺഷിപ്പിൽ നിൽക്കാം, അല്ലെങ്കിൽ പൈസ തരാം, നിങ്ങൾക്ക് വേറെ വീട് വെക്കാമെന്നുള്ളത്. രണ്ടാമത് പറഞ്ഞാൽ ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടിയാണ്, 10 കൊല്ലമായി ഭരണത്തില്ലാത്തതെന്നാണ്. മുസ്ലിം ലീഗും അതുപോലെ തന്നെയാണ്. അവർ കൃത്യമായിട്ട് കാര്യം ചെയ്തല്ലോ. പിന്നെ ആ പിരിച്ച ആപ്പ് കാണുന്നില്ല. അന്നത്തെ KPCC പ്രസിഡന്റ് K സുധാകരനായിരുന്നു. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒരു ഐഡിയയില്ല, ഒന്നും പറയുന്നില്ല. അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ജയിലിലായിരുന്നു. പിരിച്ച ആളുകളില്ല. ഇന്ന് സീനിയർ നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ആ പൈസ ഉപയോഗിച്ച് എന്തെങ്കിലും നല്ല കാര്യം നടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതെന്നാണ്. അവസാനം പറഞ്ഞെന്താണ്? പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ ഉടനെ തറക്കല്ലിട്ടു അന്ന് പറഞ്ഞിരുന്നെന്നാണ് വി ഡി സതീശൻ. 10 ദിവസത്തിനുള്ളിൽ പണി തുടങ്ങുന്നതാണ്. ഇപ്പൊ 1 മാസം കഴിഞ്ഞു. പണി തുടങ്ങുന്നത് പോയിട്ട് അതിന്റെ പ്ലാൻ സബ്മിറ്റ് ചെയ്തിട്ട് പോലുമില്ല മേപ്പാടി പഞ്ചായത്തിൽ. ഇതാണ് പ്രശ്നം. എന്നിട്ട് അവസാനത്തിട്ട് പറയുന്നത് എന്താണ്? വീടുകളുടെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കണക്ക് പറയും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വീടുകളുടെ പണിയെല്ലാം കഴിഞ്ഞാൽ നിങ്ങളോട് ആരും കണക്ക് ചോദിക്കുന്ന പ്രശ്നമില്ല. അത് നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ പറഞ്ഞാൽ മതി. ജനങ്ങൾക്ക് അത് വിഷയമല്ല. ഇത്രയും വലിയ തട്ടിപ്പ് ഈ ആളുകളോട് എന്താ പ്രശ്നം എന്ന് അറിയോ? ഇവരുടെ വീട് കിട്ടുമെന്ന് കരുതിയിട്ട് സർക്കാരിന്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് എഴുതി കൊടുത്ത് 15 ലക്ഷം രൂപയും വാങ്ങി പോയിരിക്കുന്ന പാവങ്ങളുണ്ട്. അവരുടെ കണ്ണീരിൽ കുതിർന്നില്ലാതാവുക തന്നെ ചെയ്യും കോൺഗ്രസിന്റെ ഭാവി. അതിലൊരു സംശയവും വേണ്ട. ഒരു കോൺഗ്രസ്സുകാരൻ ജീവനോടെ കേരളത്തിൽ അവസാനിക്കുന്ന കാലത്തോളം, ജീവനോടെ ഉള്ള കാലത്തോളം കേരളത്തിലെ ജനങ്ങൾ ഇത് ചോദിക്കുക തന്നെ ചെയ്യും. ശവം തൂക്കുന്നുള്ളത് പുതിയ പദമല്ല പ്രിയപ്പെട്ട അനൂപ്. അത് പണ്ടേ ഉള്ള പദമാണ്. ആ പദം ഉപയോഗിക്കാൻ, ആ പദം കൊണ്ട് വിശേഷിപ്പിക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിലെ ഏറ്റവും യോഗ്യർ ഈ പിരിവിന് കൂട്ടുനിന്ന, ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്നത് നിങ്ങളെപ്പോലെ ഉള്ള ആളുകളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം. കോൺഗ്രസ് ഒരു കാരണവശാലും ഇത്രയും പ്രതിരോധത്തിലാവാൻ പാടില്ല. ഇത്രയും ക്രൂരമായ ഒരു തട്ടിപ്പിന്റെ ന്യായം പറയേണ്ട അവസ്ഥ ഉണ്ടാവരുത് കോൺഗ്രസിന്. കാരണം കോൺഗ്രസിനെയും നമ്മൾ ഇന്ത്യയിൽ മൊത്തം ഉയർന്നു വരുന്ന RSS ഭീകരതയ്ക്കെതിരെയുള്ള വലിയൊരു പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കേണ്ട പാർട്ടിയാണ്. രാഹുൽ ഗാന്ധി ഇതിന് മറുപടി നോക്കുമ്പോൾ എം സ്വരാജൊക്കെ ചൂണ്ടുന്നത്, മുന്നവെക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആ പണം ഉപയോഗിക്കുന്നു. ചിരിക്കുന്ന ചിത്രങ്ങൾക്ക് പിന്നിൽ വയനാട്ടിൽ മരിച്ചുപോയവരുടെ കണ്ണുനീരാണ് എന്നതടക്കം പറയുന്നു. അത്രയും കടന്നാരോപണങ്ങളുടെ സാധ്യത എന്താണ്? എന്തുകൊണ്ടാണെന്ന് അറിയോ? എന്തുകൊണ്ടാണ്? പിരിച്ച പൈസയുടെ യാതൊരു കണക്കുമില്ല, അവിടെ യാതൊരു വർക്കും നടക്കില്ല. പക്ഷെ ഇലക്ഷൻ രംഗത്ത് യാതൊരു മടിയുമില്ല. നിങ്ങൾ തന്നെയാണ് ബ്രേക്ക് ചെയ്തത്. 511 രൂപയ്ക്ക് ആളുകളെ വിളിക്കുന്നു എന്നുള്ളത്. കേരളം മുഴുവൻ പ്രചരണം നടന്നു. അത് രണ്ടും കണക്ട് ചെയ്ത് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇവര് പറഞ്ഞാൽ മതിയല്ലോ ഏത് അക്കൗണ്ടിലാണ് എത്ര കോടി രൂപയുണ്ടെന്ന് പറഞ്ഞാൽ സ്വരാജ് ചമ്മിപ്പോവൂലേ? അങ്ങനെ ഒരൊറ്റ കണക്ക് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അത് ഇടയിൽ ഈ ജോയിന്റ് അക്കൗണ്ടിന്റെ ഒക്കെ കാര്യം വരികയും അത് അഫിഡവിറ്റിൽ ഇല്ലാതെ പോകുന്നിടത്തുമാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ശരി, ഞാൻ ഒരിടവേള കൂടി എടുത്തോട്ടെ. അങ്ങനെ SDP-യുമായി ബന്ധപ്പെട്ട വിഷയം, SDP-യുടെ വോട്ട് വേണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് വളരെ ഡയറക്റ്റായ ഒരു ഉത്തരം പറയാൻ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്നത്? കൃത്യമായി ഉത്തരം നൽകിയിട്ടുണ്ട്. വർഗീയവാദികളോട് ഞങ്ങൾ സഖ്യം ചേരില്ല. അത്തരം ആളുകളിൽ നിന്ന് ഞങ്ങൾ എവിടെ നിന്നും ഒരു ഘട്ടത്തിലും വോട്ട് വാങ്ങിയിട്ടില്ല. ഈ ഉത്തരം നൽകുന്നതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ത് അവ്യക്തതയാണ് വരുത്തിയിട്ടുള്ളത്? അല്ല, ഈ വർഗീയവാദികളിൽ SDP ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ചോദിക്കുന്നുണ്ടല്ലോ. SDP തീവ്രവാദികളാണോ എന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാനല്ലല്ലോ കേരളം ഭരിക്കുന്നത്, ഞാനല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി. നിങ്ങൾക്ക് എന്തോ വിഷമമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വേദന തുടങ്ങിയ കാര്യങ്ങളല്ലാതെ SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയാത്തെന്താ?
കൃത്യമായി പറഞ്ഞല്ലോ, ഏതെങ്കിലും വിഭാഗത്തിന്റെ വോട്ടുകളെ സംബന്ധിച്ചുള്ള മാത്രമല്ല വിഷയം വർഗീയവാദികളുമായി ബന്ധപ്പെട്ട നിലപാടിലാണ്. വർഗീയവാദികളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് അസന്നിഗ്ധമാണ്, പ്രഖ്യാപിതമാണ്. വർഗീയവാദികളുമായി യാതൊരു ബന്ധവും ഞങ്ങൾ വെച്ചു പുലർത്തില്ല. വർഗീയവാദവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ നിലപാടില്ല. ഒരു കാര്യം പിന്തുണ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ SDPI തന്നെയാണ് ഞാനിപ്പോ ഉപയോഗിക്കുന്നത്. വോട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് SDPയുടെ വോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ കൃത്യമായി ഇനിയുള്ള എല്ലാ ദിവസവും കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരു സംശയവും വേണ്ട, സംശയലേശമന്യേ നിങ്ങൾക്ക് അസന്നിഗ്ധമായി കേരളത്തിലെ LDFനെ വിശ്വസിക്കാം. വർഗീയവാദികളുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഒരു ബാന്ധവത്തിന് ചരിത്രത്തിൽ എവിടെയും CPM പോയിട്ടില്ല. എന്നാൽ എന്താണ് കോൺഗ്രസിന്റെ സ്ഥിതി? മാസങ്ങൾക്ക് മുമ്പല്ലേ ഈ പറഞ്ഞ പാലക്കാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്? ആദ്യമായി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും, ചോദിക്കാമെന്ന് 2 തവണ ചോദിച്ചു സഞ്ജീവേ, 2 തവണ ചോദിച്ചു. അപ്പോഴൊക്കെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും, നിങ്ങൾ ആ വിഷമം കൊണ്ട് നടക്കുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളെ പറയുന്നുള്ളൂ. അതിൽ ചില മാധ്യമ അജണ്ടകളും ഇല്ലേ മധു? ചില മാധ്യമ അജണ്ടകളും അതിൽ പ്രത്യേകമായി വെച്ചു പുലർത്തുന്ന ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലേ? കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഏതോ കേസിലെ പ്രതിയെ എന്ന പോലെ തന്നെ ചില മാധ്യമ പ്രവർത്തകർ എന്തൊക്കെ വിധത്തിലാണ് അദ്ദേഹത്തിന് നേരെ വാക്കുകൾ ഉപയോഗിച്ചത്? ആക്രോശിക്കുകയായിരുന്നില്ലേ? അപ്പോൾ കൃത്യമായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകാൻ തയ്യാറായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്താണ് ഒരു മുഖ്യമന്ത്രിയോട് പറയേണ്ടത് എന്ന് ശങ്കിച്ചു നിന്നിരുന്ന കാലവും ഉണ്ടല്ലോ. അതവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിച്ചത് എന്താണ്, ഇപ്പൊ മുഖ്യമന്ത്രി 2 തവണ ചോദിച്ചു, അദ്ദേഹത്തിന് SDPI ഒരു വർഗീയ പ്രസ്ഥാനമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ പറയാൻ കഴിയില്ലേ? SDPI എന്നല്ല ഒരു വർഗീയ പാർട്ടികളുടെയും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മീഡിയ ചർച്ചയിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, നേതാക്കൾ തീവ്രവാദി സ്വഭാവമുള്ള സംവിധാനങ്ങളെ ഇങ്ങനെ എന്റർടൈൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേ സംവിധാനങ്ങളോട് നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ഒരു വർഗീയവാദികളോടും ഞങ്ങൾക്ക് കൂട്ടില്ല, അവരോടൊപ്പമില്ല, അവരുടെ ഒരു വോട്ടും വേണ്ടതില്ല. ഇത് ഇനിയും എന്തിനാണ് ആവർത്തിക്കുന്നത്? ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ മാത്രമാകണമെന്നില്ല വർഗീയവാദികൾ എന്ന് പറയുന്നത് ഒരു മനോനിലയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് പക്ഷേ പറയാൻ കഴിയില്ല. ഇത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ച് വളരെ ഷാർപ്പായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരെടുത്ത് പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പ്രത്യേകിച്ച് അവരാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. മഞ്ചേശ്വരത്തടക്കം മങ്കടയിലടക്കം 2 സ്ഥാനാർത്ഥികളെ അവിടെ നിന്ന് പിൻവലിക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ആ പിൻവലിച്ചത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുമ്പോൾ ആ വോട്ട് നിങ്ങൾക്ക് വേണമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ലേ? കൃത്യമായി പറയാൻ കേരളത്തിലെ LDFന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ ഇടങ്ങളിലൊക്കെയും ജനാധിപത്യത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനമെടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ നിലപാടിനനുസരിച്ചാണ്. അവരെടുക്കുന്ന തീരുമാനത്തെ സംബന്ധിച്ച് ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായി മുന്നേ കാലെക്കൂട്ടി അഭിപ്രായം പറയുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാമല്ലോ. ഒരു കൂട്ടിനുമില്ല, കൂട്ടിച്ചേർക്കലിനുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഇനി ഞാൻ കേൾക്കാഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഈ ചോദ്യം സഖാവ് അഭിമന്യുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDF ഇന്ന് നടത്തുന്ന കള്ളക്കരച്ചിലുകളുടെ ഈ ചോദ്യം തിരിച്ചങ്ങോട്ടേക്ക് ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ മറുപടി? നിങ്ങളോട് ചോദിക്കുമെന്ന് ഞാനതിന് വഴങ്ങിയില്ല. നിങ്ങളോട് ചോദിക്കുമെന്ന് അനൂപ് പറഞ്ഞപ്പോൾ ഞാനതിന് വഴങ്ങില്ല. എന്റെ ചോദ്യം ഞാൻ കൃത്യമായി ഉത്തരം പറഞ്ഞു. പ്രതികളാണ് സഖാവ് അഭിമന്യുവിന്റെ നെഞ്ചിൽ കഠാര കുത്തിയിറക്കിയത്. അത്രത്തോളം നിങ്ങളുടെ നെഞ്ചിൽ ആഞ്ഞു കുത്തിയ സംഘടനയുമായി നിങ്ങൾക്ക് ബാന്ധവം വേണോ? ഈ തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ വലത് മാധ്യമങ്ങളുടെ ബോധത്തിലേക്ക്, ഈ പറഞ്ഞ വലതുപക്ഷ സംഘടനകളുടെ ബോധത്തിലേക്ക് ശ്രമിക്കുന്ന ഏത് മാധ്യമ അജണ്ടയോ പ്രതിപക്ഷ അജണ്ടയോ ഉണ്ടെങ്കിൽ കട്ടക്കൽ വെച്ച് മുറിച്ചു കളഞ്ഞേക്കണം. ഞങ്ങൾക്ക് വേണ്ട എന്നൊരൊറ്റ വാക്ക് പറഞ്ഞ ഞാൻ പറയുന്നത്, ഈ വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ട് പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വിജയിച്ചു കയറി വന്നിട്ട് അഭിമന്യുവിന്റെ പേരിൽ കണ്ണീര് വാർക്കാൻ ശ്രമിക്കുന്ന ഇവർ
ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വർഗീയതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏതൊക്കെ അറ്റം വരെ പോയിട്ടുണ്ട്? അതേ ഇതേ പറഞ്ഞ വി ഡി സതീശൻ സംഘപരിവാറിന്റെ വോട്ട് വേണ്ട എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് വേദനയുണ്ടോ? ഞങ്ങൾ എപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഈ പറഞ്ഞ പ്രശ്നമുള്ളൂ. നിങ്ങൾ എവിടത്തേക്കാണ് ഈ ചോദ്യം കൊണ്ടുവന്നത്? ഞാൻ എത്ര തവണ ഉത്തരം പറഞ്ഞു. നേരത്തെ ഒരാൾ ഉത്തരം പറയാതെ നിങ്ങൾ 15 ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഉത്തരം ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞിട്ടും സബ്സിഡി ചോദ്യം. മൂപ്പർക്ക് ഉത്തരമില്ലാതെ മൂപ്പര് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ടില്ലേ? കഷ്ടപ്പെട്ട മൂപ്പരെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മൂപ്പര് ഇപ്പൊ ഇവിടെ ഇരിക്കല്ലേ? അപ്പൊ ഞാൻ കൃത്യമായി ഉത്തരം തന്നല്ലോ. ഞാൻ നിങ്ങൾക്ക് ഉത്തരം തന്നു. ഞാനിപ്പോ ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പം വിളിച്ചിട്ട് എനിക്ക് എന്താ സഖാവ് എന്താണ് നിങ്ങൾ അങ്ങനെ ഒന്ന് നേരിട്ട് പറയാഞ്ഞത്? അത് പറയേണ്ട കാര്യങ്ങളല്ലേ എന്ന് ഇപ്പൊ ചോദിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും അദ്ദേഹം കൃത്യമായി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്ന ആളാണ്. അദ്ദേഹം തന്നിരിക്കും. അതിലെന്താ സംശയം നിങ്ങൾക്ക്? ഇവിടെ ഇന്ന് എനിക്ക് ഇപ്പോൾ പറയുന്ന കാര്യം എന്റെ പാർട്ടിയുടെ നിലപാട്, എന്റെ മുന്നണിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അസന്നിഗ്ധമാണ്. വർഗീയതയോട് സന്ധിയില്ല. പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അങ്ങ് പറഞ്ഞ 15 ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിച്ചത്. SDP-യുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, വോട്ട് വേണ്ട ഈ തെരഞ്ഞെടുപ്പിലെന്ന് നാളെ അടുത്ത തവണ മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രി പറയും അല്ലേ? നാളെ ഇപ്പൊ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കൂ, കൃത്യമായി ഉത്തരം കിട്ടിയിരിക്കും. ശരി, സ്വാഭാവികമായി 2 തവണ ചോദിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പാർട്ടി സെക്രട്ടറി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു, എം സ്വരാജ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു, MA ബേബി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. പാർട്ടി സെക്രട്ടറിയും LDF-ഉം ഒരു കാര്യം കൂടി, ഒരു കാര്യം കൂടി, പാർട്ടി പോളിറ്റ് ബ്യൂറോയിലെ അംഗമാണ് പിണറായി വിജയൻ. പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ ജനറൽ സെക്രട്ടറിയായ MA ബേബി പറഞ്ഞ നിലപാട് തന്നെയാണ് സഖാവ് പിണറായിയുടേത്. എന്താ വ്യത്യസ്ത അഭിപ്രായം ഉള്ളത്? അല്ല, വ്യക്തമാക്കിയല്ലോ. എനിക്ക് ആ നിലപാടാണ്. വോട്ട് വേണ്ട എന്നദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം വേറെ ഏതൊക്കെയോ വേദനകളെ പ്രതിപക്ഷം കള്ളക്കണ്ണി ഒഴിക്കുന്നത്, പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇന്നും ഇന്നലെയുമല്ല. PS സഞ്ജീവ് അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2018 ആ കൊലപാതകം നടന്നത്. 2020 ആ പ്രതികളിൽ പലരും കീഴടങ്ങുന്നതുവരെ പോലീസിന് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ആ വിമർശനമുണ്ടായി. കൃത്യമായി അതാത് ഘട്ടങ്ങളിൽ ഈ ചർച്ചകളൊക്കെ നമ്മൾ നടത്തിയതാണ്. സഖാവ് അഭിമന്യുവിന്റെ കേസാവട്ടെ, ധീരജിന്റെ കേസാവട്ടെ, കേരളത്തിലെ വർഗീയവാദികളും വലതുപക്ഷവും നടത്തിയിട്ടുള്ള കലാലയ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഇരയായ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇവർ ഇപ്പോൾ നടത്തുന്ന പൂങ്കണ്ണീരും ദീനവിലാപങ്ങളും ഒക്കെയും ഈ പറഞ്ഞ കേവല വോട്ടുകൾക്ക് വേണ്ടി. ഇപ്പോഴും ഓപ്പൺ ചോദ്യമാണ്. VD സതീശൻ പറവൂരിലെ RSSന്റെ വോട്ട് വേണമോ വേണ്ടയോ? ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയ വനവാസത്തിലേക്ക് ഞാൻ ഈ പരിപാടി ചോദിച്ചത്. പക്ഷെ ഞാനത് എടുക്കുന്നു. കാരണം അങ്ങ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന പ്രതിനിധി എന്ന നിലയ്ക്ക് അങ്ങയുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഏൽപ്പിക്കുന്ന മുഖ്യമന്ത്രിയും നാളെ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ മറുപടി പറയും എന്ന ആത്മവിശ്വാസത്തോടെ അങ്ങ് പറഞ്ഞു. ഞാൻ അതിനെ എടുക്കുകയും ചെയ്യുന്നു. PS സഞ്ജീവ്, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ചർച്ചയിൽ ഇപ്പോൾ VR അനുവിനോ അങ്ങേക്കോ ആ നിലപാടേ പറയാൻ കഴിയുള്ളൂ. അത് അങ്ങ് പറഞ്ഞിരിക്കുന്നു. ഞാൻ അതിനെ നാളെ വരെയും വിശ്വസിക്കാൻ തയ്യാറുമാണ്. അങ്ങനെയാണ് ആ ചർച്ച പോകേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ N ശ്രീകുമാർ, നോക്കൂ, അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള വിശ്വാസം നാളെ ആ അഭിപ്രായം പറയാൻ കഴിയും എന്നൊരു വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഒരു കാര്യമുണ്ട്, പ്രഖ്യാപിത നിലപാട് അതുപോലെ നിലനിൽക്കുകയാണ് കേട്ടോ. പ്രഖ്യാപിത നിലപാട് അത് അങ്ങനെ തന്നെയാണ്. പ്രഖ്യാപിതമായ നിലപാടുണ്ടെങ്കിൽ എല്ലാവർക്കും നിലപാട് ആവർത്തിക്കാൻ കഴിയണം എന്നുള്ളതുകൊണ്ടാണ്. കിട്ടും. ശരി, ശ്രീ N ശ്രീകുമാർ, പക്ഷെ ഒരു സംശയവും വേണ്ട, പാർട്ടിയുടെ സുചിന്തിതമായ നിലപാട് അത് തന്നെയാണ്. അതിൽ നേതാക്കൾ അനവധി കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നാളെ അല്ലെങ്കിൽ അടുത്ത തവണ മാധ്യമങ്ങളെ കാണുമ്പോൾ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന ആത്മവിശ്വാസം PS സഞ്ജീവിനുണ്ട്. പക്ഷെ നോക്കൂ, ഈ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അഭിമന്യു എന്ന പേര് വീണ്ടും എടുത്തുകൊണ്ട് SDP-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോൾ പാലക്കാട് കോൺഗ്രസിനെ തിരിച്ചുകൊത്തില്ലേ? ഇന്നിപ്പോ നോക്കൂ, രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് SDP-ഐ രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കരുതെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. SDP-ഐ കൂട്ടുകെട്ടിനേക്കാൾ വലിയ ചെറ്റത്തരം അദ്ദേഹം കാണിക്കാനുണ്ടോ? അപ്പൊ പാലക്കാട്ട് ഇതാണോ കാണിച്ചത്? നോക്കൂ ശ്രീമതി മാധു, SDP-യുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന് മുഖ്യമന്ത്രിയോടല്ല CPM-ലെ ആരോട് ചോദിച്ചാലും അവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം BJP-യുടെയും SDP-യുടെയും CPM-ന്റെയും ആ ഒരു സംയുക്തമായ ഒരു മഴവില്ല് ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ടല്ലോ. ആ മഴവില്ലാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് SDP-യുടെ ഇന്ന് ചോദിച്ചാലും നാളെ ചോദിച്ചാലും മുഖ്യമന്ത്രി മറുപടി പറയില്ല. ഇന്ന് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു.
SDPIയുടെ വോട്ട് വേണ്ടോ വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? ഓരോരോ മണ്ഡലത്തിലും അവിടുത്തെ സ്ഥാനാർത്ഥികൾ അവരുടേതായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് വെച്ചാൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ ആദ്യം പറഞ്ഞത് പേരാമ്പ്രയിൽ SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയില്ല. അതിനുശേഷം CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി എന്ന് പറഞ്ഞത് ആരെങ്കിലും BJPയെ തോൽപ്പിക്കാൻ വോട്ട് തരാന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് പറയുന്നത് മൗഢ്യമല്ലേ? അതാണ് MA ബേബി. മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? ഇപ്പൊ ശിവൻകുട്ടി പറഞ്ഞു SDPIയുടെ വോട്ട് വേണം. അപ്പൊ ചോദിക്കാതെ തന്നത്. അപ്പൊ SDPIയുടെ പ്രസിഡന്റ് ലത്തീഫ് പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു. SDPI പ്രസിഡന്റ് എന്താ പറഞ്ഞത്? VD സതീശനാണ് UDFന് വേണ്ടി വോട്ട് വേണ്ട എന്ന് പറഞ്ഞത്. അത് ശരിയാണ്. SDPIയുടെ വോട്ട് വേണ്ടെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ CPM പറഞ്ഞാൽ മതി, അവർ പറയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഭരണം പോകാറായി നിൽക്കുമ്പോൾ, ഭരണം കിട്ടാത്തൊരവസ്ഥയിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കൈകാലിട്ടടിക്കുമ്പോൾ ഏത് വോട്ടും 4 വോട്ടെങ്കിൽ 4 വോട്ട് പ്രധാനപ്പെട്ടതാ. അപ്പോൾ പ്രത്യയശാസ്ത്രവും അതുപോലെ ആശയവും എല്ലാം കളയും. ഇപ്പൊ CPM സത്യം പറഞ്ഞ CPM ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. സുധാകരൻ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല CPM. ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ KT ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. കുഞ്ഞിക്കണ്ണ മാഷ് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. അപ്പൊ നമ്മളതിനെ വിട്ടുകളാം. പിന്നെ മാധി വെച്ച പാലക്കാട് തിരിഞ്ഞു കുത്തില്ല. നല്ല ചോദ്യം അത്. പാലക്കാട് SDPIയുടെ പിന്തുണ UDFന് ഉണ്ടായിരുന്നിരിക്കാം. കാരണം വെച്ചാൽ പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അത് പിന്തുണച്ചിരിക്കില്ലെന്നൊക്കെ പറയാൻ പറ്റില്ല. അതിനുശേഷം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000 വോട്ടിൽ ജയിച്ചപ്പം SDPI പ്രകടനം നടത്തി. ആ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സത്യമായിട്ട് പറയാണ്, റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത എടുത്തു. SDPI പിന്തുണയോടെ പാലക്കാട് പിടിച്ചടക്കുന്ന മാധുവിന് ഓർമ്മയുണ്ടോ? ഈ റിപ്പോർട്ടർ ചാനൽ 8-9 മാസം കോൺഗ്രസിന്റെ വക്താക്കളെ അയക്കാതെ അവർ പ്രതിഷേധിച്ചു അതിന് വേണ്ടിയിട്ട്. അതിലും വലിയ ഉത്തരം ഞാൻ പറയേണ്ട അല്ല, അതിലും വലിയ ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. എന്താണെന്നറിയാമോ? പ്രതിപക്ഷ നേതാവിനോട് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ കൃത്യമായി മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, SDPIയുടെ വോട്ട് വേണോ, SDPIയുടെ വോട്ട് വേണ്ടേ, SDPIയുടെ വോട്ട് വേണോ വേണ്ടേ, കമാന്നൊരക്ഷരം ആഹാ മിണ്ടിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 3 ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പൊതു തെരഞ്ഞെടുപ്പിന് പോവല്ലേ? പൊതു തെരഞ്ഞെടുപ്പിനാണല്ലോ നമ്മൾ രാഷ്ട്രീയ സഖ്യമൊക്കെ കൃത്യമായിട്ട് നമ്മൾ നിലപാടിന്റെ രാജാക്കന്മാരല്ലേ? നമുക്കങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരു നിലപാട്, ലോക്സഭയ്ക്ക് ഒരു നിലപാട് എന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ? അല്ല, അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. UDFന്റെ രാഷ്ട്രീയ നിലപാടെന്നല്ല ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നിലപാടും ഉപതെരഞ്ഞെടുപ്പിലെ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം പറയാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് MV ഗോവിന്ദ മാഷോടെ ഒരു ചോദിച്ചു. അതായത് നമ്മളുടെ മറ്റേ RSSുമായിട്ട് നേരത്തെ CPMന് ബന്ധമുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കാതെ തന്നെ ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് MV ഗോവിന്ദ മാഷ് പറഞ്ഞു. അപ്പൊ അത് ആയില്ലേ എന്ന് ചോദിച്ചപ്പോ എന്താ സത്യം പറഞ്ഞതിൽ എന്താ വിവാദം എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ വോട്ടോടെ കിട്ടണം. ആ ഒരു രീതി ഒരു തെരഞ്ഞെടുപ്പിൽ പോകുന്ന മാഷ് ഇതുവരെ പറഞ്ഞിട്ടില്ല. മാഷ് അത് മാത്രമല്ല, മാഷ് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ചോദ്യം എന്താ വെച്ചാൽ CPMന്റെയും LDFന്റെയും രാഷ്ട്രീയ നിലപാട് ആരാണ് പ്രഖ്യാപിക്കുക? MV ഗോവിന്ദ മാഷാണോ, അതോ LDF കൺവീനർ ആണോ, അതോ ഇപ്പൊ ഏതെങ്കിലും? നോക്കൂ, CPMന്റെയും കോൺഗ്രസിന്റെ നിലപാട് മാറുന്നുണ്ട് എന്നുള്ളത് അങ്ങ് പറഞ്ഞു, ഞാൻ എടുക്കാം. പക്ഷേ SDPIയുടെ നിലപാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മതേതര നിലപാടും പിന്നീട് ലോക്സഭയിലും തദ്ദേശത്തിലും വരുമ്പോ ഈ പറയുന്ന വർഗീയ നിലപാടുമാകുന്ന സാഹചര്യം മാറുന്നില്ല. അവരുടെ നിലപാട് മാറുന്നില്ല, നിങ്ങളുടെ നിലപാടാണ് മാറുന്നത് എന്നുള്ളിടത്താണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. വാക്ക് വ്യത്യാസമൊന്നുമില്ല, അങ്ങ് പൂർത്തീകരിക്കൂ. അതായത് നോക്കൂ, ഞാൻ പറഞ്ഞ വെച്ചാൽ അത് പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ ജനങ്ങൾ അവിടെയുള്ള കോൺഗ്രസിന്റെയും UDFന്റെയും രാഷ്ട്രീയ നയം അംഗീകരിച്ചു. അതിനുശേഷം നിലമ്പൂര് ഇതെല്ലാം അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഒരു നിലപാടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ജനങ്ങൾ അംഗീകരിച്ചതാണ്. അതുപോലെ നിലമ്പൂരിൽ അംഗീകരിച്ചാണ്. ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പിൽ UDFന്റെ നിലപാടുണ്ട്. SDPIയുടെ വോട്ട് UDF ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് SDPIയുടെ വോട്ട് വേണ്ടെന്ന് CPM പറയുന്നില്ല. അവര് BJPയുടെ വോട്ടും SDPIയുടെ വോട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിക്കുകയാണ്. അത് നിസ്സാര കാര്യമല്ല. കേരള രാഷ്ട്രീയം അങ്ങനെ പറയുമ്പോൾ SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണം, തരുമോ എന്ന് കമ്മ്യൂണിസ്റ്റ് ചോദിച്ചിട്ടുണ്ടോ എന്ന് ഏതെങ്കിലും ഒരു നേതാവ് ചോദിച്ചോ? എന്താ പിന്നെ അത് ശരിയാ. അപ്പൊ അങ്ങനെയാണോ ചോദ്യം? അതായത് ഞങ്ങൾക്ക് വോട്ട് വേണം എന്ന് പറയട്ടെ. വർഗീയ കക്ഷികളാണെന്ന് ഇവർ പറയും. ഇപ്പൊ സഞ്ജീവ് അടക്കം പറഞ്ഞു വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട. ശരി, വർഗീയ കക്ഷികൾ ആരാന്ന് അത് പറഞ്ഞാൽ മതി. അതും പറയില്ലല്ലോ. അത് ജനങ്ങളെ പറ്റിക്കരുത്. അതായത് പാർട്ടി പ്രവർത്തകരോടെങ്കിലും ചുരുങ്ങിയ പക്ഷം ഒരു ഇത് കാണിക്കണം, വിശ്വാസം കാണിക്കണം. പാർട്ടി പ്രവർത്തകരെ അംഗീകരിക്കണം. അതെങ്കിലും കാണുമ്പോൾ ഭരണത്തിന് ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടണം ഇവര്.
പാർട്ടി നയം എന്തിനാ അവർ കുഴിച്ചു മൂടുന്നത്? SDP പഴയ പോപ്പുലർ ഫ്രണ്ട്, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ശരി, അല്ല അവരുടെ നയം അവർ പത്തര മാറ്റോടെ കാത്തു സൂക്ഷിക്കണം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നയമില്ല എന്നുള്ളതാണെങ്കിൽ ശരി. PS സഞ്ജീവ്, ഒറ്റ മിനിറ്റ് എന്റെ കയ്യിലൂടെ, ഒറ്റ മിനിറ്റേ ഉള്ളൂ. നിങ്ങളുടെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിക്ക്, നിങ്ങളുടെ മങ്കടയിലെ സ്ഥാനാർത്ഥിക്ക്, നിങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക്, ഇവർക്ക് ആർക്കും വോട്ട് വേണ്ട എന്ന നിലപാടില്ല. എനിക്ക് കിട്ടിയിട്ടില്ലേ? അല്ല, അങ്ങേക്കാണ് ഏറ്റവും കൂടുതൽ സമയം കിട്ടിയത്. ഞാൻ സഞ്ജീവിന്റെ ഊഴം പെട്ടെന്ന് അവസാനിപ്പിച്ച് ഇപ്പുറത്തേക്ക് പോയതാണ്. പറയൂ പെട്ടെന്ന്, ഒറ്റ മിനിറ്റേ ഉള്ളൂ. ഉത്തരം പറയാത്തോണ്ടാ നേരിട്ടുള്ള ഉത്തരമാണ്. എൻ ശ്രീകുമാർ സാറിന് മനസ്സിലാക്കാം. SDPIയുടെ വോട്ടുകൾ വേണമോ എന്നുള്ളതാണ് ചോദ്യം. വർഗീയവാദികളായിട്ടുള്ള ആ കക്ഷിയുടെ SDPIയുടെ വോട്ടുകൾ വേണ്ട. ഇനി എന്താ വേണ്ടത്? ശ്രീകുമാർ ഇപ്പൊ കിട്ടിയൊരു ഇത് സജീവ് പറയുന്ന ഒരു വിഷയം ഇപ്പൊ പാർട്ടി തീരുമാനിച്ചു. എനിക്കറിയില്ല, പാർട്ടി ഇപ്പൊ തീരുമാനിച്ചല്ലേ പറഞ്ഞത്. ഇതെല്ലാ നേതാക്കൾക്കും ആവർത്തിച്ചൂടെ? നിങ്ങളുടെ മഞ്ചേശ്വരത്തെ മങ്കടയിലെ സ്ഥാനാർത്ഥികൾക്ക് പറഞ്ഞൂടെ? അവരൊക്കെ പാർട്ടി തീരുമാനപ്രകാരം സ്ഥാനാർത്ഥികളായവരല്ലേ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലപാടാണ്. അല്ലല്ല, പാർട്ടിയുടെ നിലപാട് ശ്രീ സഞ്ജീവ് പറഞ്ഞെങ്കിൽ പാർട്ടിയുടെ നിലപാട് വർഗീയവാദികളുടെ വോട്ട് വേണ്ടാന്ന് തന്നെയാ പറഞ്ഞത്. ആ വർഗീയവാദികളുടെ കൂട്ടത്തിൽ RSS ഉണ്ട്. അങ്ങയുടെ നേതാവ് VD സതീശൻ ഒരിക്കലെങ്കിലും പറയുമോ പറവൂരിലെ RSSന്റെ വോട്ട് വേണ്ട, പറവൂരിലെ RSSന്റെ വോട്ട് വേണ്ട, പറവൂരിൽ RSSന്റെ വോട്ടിന് വേണ്ട, 2006-11 വോട്ട് വാങ്ങിയിട്ടില്ലെന്ന് ധൈര്യത്തിൽ പറയാൻ പറ്റുമോ? RV ബാബുവിനെതിരെ ഒരു കേസ് കൊടുക്കുവോ? RV ബാബുവിനൊരു കേസ് കൊണ്ടുപോയ ചർച്ചയാണ്. ഒരു മിനിറ്റ്, അതായത് മാധു, ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയും പാർട്ടിയുടെ നേതാക്കളും SDP വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോ സജീവ് പറഞ്ഞു വോട്ട് SDP വർഗീയ പാർട്ടിയാണെന്നും വോട്ട് വേണ്ടെന്ന് സജീവ് പറഞ്ഞു. അപ്പൊ ഞാൻ അംഗീകരിക്കുന്നു. അല്ല, ഞാൻ പറയട്ടെ സുഹൃത്തെ, അത് അപ്പൊ പാർട്ടിയുടെ ഞാൻ പറയട്ടെ, നിങ്ങളൊന്നും മിണ്ടായിരിക്കും 5 മിനിറ്റ്. അപ്പൊ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ SDP വോട്ട്, CPM നിലപാട് SDP വർഗീയ പാർട്ടിയാണെന്നും ആ വർഗീയ പാർട്ടിയുടെ വോട്ട് വേണ്ടെന്നുമാണ് CPM നിലപാടെന്ന് ഇപ്പൊ CPM പ്രതിനിധിയോട് പറഞ്ഞു. അതിപ്പോ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അറിയിപ്പോൾ വെച്ചിട്ടായിരിക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ നാളെ മുഖ്യമന്ത്രിയുടെ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഇതേ കാര്യം പറയുമോ നമുക്കറിയാം. അപ്പൊ വിഷയം തീർന്നു. ഞാൻ അവരെ അഭിനന്ദിക്കും, CPM അഭിനന്ദിക്കും. ഞാൻ എന്താ സംശയക്കാര്യത്തില് കൃത്യമായി ഉത്തരം പറയട്ടെ. സഞ്ജീവ് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി പറയട്ടെ. ശരി, ഓക്കെ. ശ്രീ വി ആർ അനൂപ്, അല്ല ഞാൻ നമുക്ക് ചോദിക്കാം. അതിപ്പോ ശ്രീ എൻ ശ്രീകുമാർ ആ വിഷയത്തിൽ പറഞ്ഞല്ലോ, നമുക്ക് ശ്രീ വി ആർ അനൂപിനോട് ചോദിക്കാം. ശ്രീ വി ആർ അനൂപ്, VD സതീശൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ RSSന്റെ വോട്ട് വേണ്ട എന്ന് പറയുമോ? ഈ ഘട്ടത്തിൽ പറയുമോ എന്നുള്ളതാണ് ചോദ്യം. RV ബാബുവിനെതിരെ ഒരു കേസ് അതൊക്കെ ഞാൻ ചെയ്യാം. സഞ്ജീവ് എന്തൊക്കെ പറയണമെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, അതുപോലൊക്കെ ചെയ്യാം. അല്ല, ഞാൻ ഇതിലേക്ക് വരട്ടെ. സഞ്ജീവ് പറയുമ്പോൾ മിണ്ടാതിരുന്നില്ലേ? കേട്ടില്ലേ? ഇവിടെ സഞ്ജീവ് പറയുന്നത് എന്താ? അഭിമന്യുന്റെ കാര്യമൊക്കെ പറഞ്ഞ് ആവേശപരിതമായി പറഞ്ഞു ഞങ്ങൾക്ക് SDP വോട്ട് വേണ്ടാന്ന്. ഈ നിലപാട് LDFന്റെ കൺവീനറായ ഈ രാമകൃഷ്ണൻ ഇല്ലാതെ അദ്ദേഹം പേരാമ്പ്രയിൽ പറഞ്ഞത് ആ വോട്ട് സ്വീകരിക്കുന്ന, ശിവൻകുട്ടി പറഞ്ഞ ആ വോട്ട് സ്വീകരിക്കുന്നതെന്നാ. പാർട്ടിയുടെ പ്രഖ്യാപിത നയം സഞ്ജീവിന് മാത്രമാണോ ബാധകം? ശിവൻകുട്ടിക്കും ഈ രാമകൃഷ്ണനും ബാധകമല്ലേന്നാ. ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താ? ആ നിലപാട് അതാണ്. എനിക്ക് ഫോൺ വിളിച്ച് പിണറായി വിജയനോട് ചോദിക്കാൻ പറ്റില്ല. അതൊക്കെ യാഥാർത്ഥ്യമാണെന്നേ. പിണറായി വിജയനോട് ഫോണിൽ മാത്രമല്ല നേരിട്ട് സഞ്ജീവിന് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ഈ പറയുന്ന ഈ ശിവൻകുട്ടിയോട് സഞ്ജീവിന് ചോദിക്കാൻ പറ്റുമോ? നിങ്ങളുടെ നിലപാട് തിരുത്തിക്കാൻ പറ്റുമോ? ഈ പറയുന്ന TP രാമകൃഷ്ണനോട് നിലപാട് തിരുത്തിക്കാൻ പറ്റുമോ? അല്ലാതെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അങ്ങനെ ആധികാരികമായി ഞങ്ങൾക്ക് വേണ്ട വർഗീയവാദികളാണെന്ന് പറയുകയും ചെയ്യും. അപ്പുറത്ത് പോയിട്ട് ഈ പറയുന്ന ആളുകൾ LDFന്റെ കൺവീനർ, രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കേണ്ട ആൾ, ശിവൻകുട്ടിയെ പോലെ മന്ത്രിസഭയിലെ അംഗം ഒക്കെ വോട്ട് ചോദിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് കേരളം കാണുന്നില്ലേ? ഇവിടെ ആധികാരികമായി വന്ന് വലിയ അന്തസ്സുള്ള വർത്തമാനം പറയുകയും അന്തസ് ഈ പറയുന്ന മറ്റൊരു വോട്ട് ചോദിക്കുകയും ചെയ്യുക. ഇതിനകത്ത് ഇരട്ടത്താപ്പുണ്ടെന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായ നിലപാടാ. ഇപ്പൊ SDPI കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
അവർ നിരുപാധികം ഞങ്ങൾക്ക് പിന്തുണ അർപ്പിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്കെതിരെ SDPI ബാന്ധവം ആരോപിച്ച ആളുകളാണ് ഇവിടുത്തെ ഇടതുപക്ഷം. അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. SDPIയുടെ കാര്യം മാത്രമല്ലേ, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ മാധ്യമം പത്രം ഇവരെ ശ്ലാഘിച്ച് മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. ദേശാഭിമാനി ജമാഅത്ത് ഇസ്ലാമിയെ ശ്ലാഘിച്ച് മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയായി. ഇതിൽ ഒളിച്ചുകളിയൊന്നുമില്ല, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ ഒളിച്ചുകളിയൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മുന്നണി എന്ന നിലയ്ക്ക് കോൺഗ്രസിനും അതിൽ ബുദ്ധിമുട്ടില്ല. കോൺഗ്രസ് അത് പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ല, ഇതിനകത്ത് ഒരു വിഷയം മാത്രമല്ല, ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ആയിക്കോട്ടെ. ഞങ്ങളെ ആരെങ്കിലും പിന്തുണച്ചാൽ അതൊക്കെ അവിശുദ്ധ ബാന്ധവം. CPM-നെ പിന്തുണച്ചാൽ അനിവാര്യമായും ചെയ്യേണ്ടത്, അവർ പിന്തുണച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾക്ക് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ കൈപിടിക്കാൻ പറ്റുമോ? ഈ ഇരട്ടത്താപ്പൊന്നും വേണ്ടാന്നേ. കേരളത്തിൽ ഇവരെയൊക്കെ ഏറ്റവും സമർത്ഥമായി ഉപയോഗപ്പെടുത്തുകയും ആ വോട്ട് സ്വീകരിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. RSS ആണ് പിന്തുണക്കുന്നത്. അതെ, SDPIയുടെ വിഷയത്തിൽ മാധു തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സഖാവ് MA ബേബിയും ഗോവിന്ദൻ മാഷും M സ്വരാജും SDPIയുടെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയുമ്പോൾ ഒരു വർഗീയ കക്ഷിയുടെയും വോട്ട് വേണ്ട എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുക്കുന്നത്. അതിനെപ്പറ്റി ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM-ന്റെ പ്രതിനിധി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അതിൽ ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് ഇതിനേക്കാൾ കൺസേൺ ഉള്ള ഒരു കാര്യം ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞെന്താ അറിയോ? അയ്യപ്പനിൽ വിശ്വാസമില്ലാത്ത ആളുകൾ എങ്ങനെയാണ് കേരളം ഭരിക്കുക എന്നുള്ളതാണ്. CPM-മാരെ വിട്ടേക്കു, LDF-കാരെ വിട്ടേക്കു, കോൺഗ്രസ്സുകാർ മുഴുവൻ ദൈവവിശ്വാസികളാണോ, ക്ഷേത്രവിശ്വാസികളാണോ? ജവഹർലാൽ നെഹ്റു വിശ്വാസിയായിരുന്നോ? അദ്ദേഹത്തിന്റെ അമ്മ സോണിയാഗാന്ധി ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണോ? UDF-ലെ കക്ഷികൾ, പാണക്കാട് തങ്ങൾ ശബരിമല അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളാണോ? UDF-ലെ കക്ഷികളിലെ മറ്റു പാർട്ടികൾ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇത് വിശ്വസിക്കുന്നതാണോ? അതായത് നോർത്ത് ഇന്ത്യയിൽ പരത്ത സംഖ്യകൾ പറയുന്ന വർത്തമാനമാണ് കേരളത്തിൽ വന്നിട്ട് ഇന്നലെ രാഹുൽ ഗാന്ധി വിവാദം ഉന്നയിക്കുന്നവരും വിമർശിക്കുന്നവരുമാണ് ആ നിലപാട് പറയുന്നത് എന്നത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതുമാണ്. എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാകുകയാണ്. വളരെയധികം നന്ദി. Debate with Madhu Saji.